നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്തെന്നാൽ, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവസാനം ദേശത്തിന് 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്ക് നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒരു അനർത്ഥം ഇതാ വരുന്നു. അവസാനം വന്നിരിക്കുന്നു. അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. ദേശനിവാസി, ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു. കാലമായി നാളെടുത്ത് മലകളിൽ ആർപ്പുവിളി, സന്തോഷത്തിന്റെ ആർപ്പുവിളി അല്ല. ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. ഇതാ അത് വരുന്നു. നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു. വടിപൂത്ത് അഹങ്കാരം തള്ളിത്തിരിക്കുന്നു. സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കയില്ല. അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല. കാലം വന്നിരിക്കുന്നു, നാളെടുത്തിരിക്കുന്നു. അതിന്റെ സകല കോലാഹലത്തിൽ മേലും ക്രോധം വന്നിരിക്കയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. അവർ കാഹളം ഊതി സകലവും ഒരുക്കുന്നു. എന്നാൽ എന്റെ ക്രോധം അതിന്റെ നേരെ കോലാഹലത്തിന്മേലും വന്നിരിക്കയാൽ ആരും യുദ്ധത്തിനു പോകുന്നില്ല. പുറത്തു വാൾ, അകത്ത് മഹാമാരിയും ക്ഷാമവും. വയലിലിരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും. പട്ടണത്തിൽ ഇരിക്കുന്നവൻ ക്ഷാമത്തിലും മഹാമാരിക്കും ഇരയായിത്തീരും. എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകുകയും ഓരോരുത്തനും താന്റെ അകൃത്യത്തെക്കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെപ്പോലെ മലകളിൽ ഇരുന്ന് കുറുകയും ചെയ്യും. എല്ലാ കൈകളും തളരും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകും. അവർ രട്ടുടുക്കും, ഭീതി അവരെ മൂടും. സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ തലകളിലും കഷണ്ടിയും ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞ് കളയും. പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിക്കാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയും ഇല്ല. അത് അവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ. അതുകൊണ്ട് ഉള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ടവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എൻ്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എൻ്റെ നിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും. ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക. ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായി തീരും. നാശം വരുന്നു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അപകടത്തിന്മേൽ അപകടവും സ്തുതിമേൽ സ്തുതിയും വന്നുകൊണ്ടിരിക്കും. അവർ പ്രവാചകനോട് ദർശനം അന്വേഷിക്കും, എന്നാൽ പുരോഹിതന്റെ പക്കൽ നിന്ന് ഉപദേശവും മൂപ്പന്മാരുടെ പക്കൽ നിന്ന് ആലോചനയും പൊയ്പോകും. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും. ദേശത്തെ ജനത്തിന്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരോട് പകരം ചെയ്യും. അവർക്ക്
ന്യായമായതുപോലെ അവരെ വിധിക്കും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. ദൈവം അതിദുഷ്ടന്മാരായ ജാതികളെ ചങ്ങല കണ്ടെന്ന പോലെ വലിച്ച് ഇസ്രയേലിൽ കൊണ്ടുവന്ന് ഇസ്രയേൽ മക്കളോട് യുദ്ധം ചെയ്യിക്കുന്ന കാലത്ത് ഇസ്രയേൽ ജനം മലകളിലേക്ക് ഓടും. പക്ഷെ മലകളിൽ അവരുണ്ടാക്കിയ മ്ലേച്ഛ ബിംബങ്ങൾക്ക് അവരെ രക്ഷിക്കാനാവില്ല. അവർ അവിടെ നിലവിളിക്കും. പണ്ടവർ അവിടെ കൂട്ടം കൂട്ടമായി അട്ടഹസിച്ച് കോലാഹലം നടത്തിയതാണ്. ദൈവം അവർക്ക് നൽകിയ പൊന്നും വെള്ളിയും അവർ വിഗ്രഹങ്ങൾക്ക് നൽകി. ആടുകളുടെ മാത്രമല്ല, മക്കളുടെ കടിഞ്ഞൂലുകളെ പോലും അവർ ആ വിഗ്രഹത്തിന് മുമ്പിൽ യാഗമാക്കി, അല്ലെങ്കിൽ ദഹിപ്പിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ആ മൂർത്തികൾ അവരെ തുണച്ചില്ല. വിഗ്രഹങ്ങളുടെ മുമ്പിൽ അവർ യഹോവയോട് നിലവിളിച്ചു. യഹോവയും കേട്ടില്ല. അവർ ദൈവത്തിന്റെ നിധിയായ നിന്ദിച്ചിരുന്നു. എന്നാൽ യുദ്ധസമയത്ത് കയ്യിൽ കെട്ടിയ സ്വർണവും വെള്ളിയുമായി ഓടിയെങ്കിലും ആ പണം സ്വീകരിച്ച് ആഹാരം നൽകാൻ ആരും ഒരു വീട്ടിലും ഉണ്ടായിരുന്നില്ല. ദൈവം നൽകിയ പൊന്നുകൊണ്ട് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിരുന്നല്ലോ. ദൈവം നൽകിയ ധനവും ആഭരണവും മൂലം നിഗളിച്ചിരുന്നു. എന്നാൽ അവ ഉപകരിക്കാതെ വന്നപ്പോൾ അവർ മലം പോലെ ദൂരെയെറിഞ്ഞു. അവർക്കൊരു കാലത്ത് പ്രവാചകരെയും പുരോഹിതരെയും അവർ നിന്ദിച്ചിരുന്നു. ഇപ്പോൾ അരുളപ്പാട് ചോദിക്കാനെത്തി. പക്ഷേ ദൈവം അവരിലൂടെ അരുളപ്പാട് നൽകിയിരുന്നില്ല. രാജാവും പ്രഭുവും ഉൾപ്പെടെ വിശപ്പ് കൊണ്ട് തളർന്ന് ഓടി. പക്ഷെ പിമ്പിൽ വാൾ വരുന്നു എന്ന ഭയമായിരുന്നു. എല്ലാവരും രട്ടുകൊടുത്ത് വിലപിക്കാൻ തയ്യാറായി. പക്ഷെ കേൾക്കാൻ ദൈവമില്ലായിരുന്നു. ഇതായിരുന്നു യെഹെസ്കേല് ജനത്തോട് പറയേണ്ടിയിരുന്നത്. ധൈര്യമായിട്ട് യെഹെസ്കേൽ പ്രവചിച്ചു, നിങ്ങൾക്ക് നാശം വരാൻ പോകുന്നു, അത് അടുത്തിരിക്കുന്നു, നിങ്ങൾ നിലവിളിക്കാൻ പോകുന്നു, നിങ്ങൾ കൊല്ലപ്പെടാൻ പോകുന്നു, നിങ്ങളുടെ പണം നിങ്ങൾക്ക് നിങ്ങളുടെ പൊന്നും വെള്ളിയും ഉപകരിക്കാതെ പോകുന്നു, നിങ്ങൾ വിശന്ന് തളരാൻ പോകുന്നു. പക്ഷേ ഇസ്രായേൽ അത് ഗൗനിച്ചില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ദൈവം തങ്ങളുടെ കുത്തകയാണ് എന്നവർ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുക തന്നെ ചെയ്തു. ദൈവം വെറുതെ ഒന്നും പറയുകയില്ല. കർത്താവായ യേശു ജീവിച്ചിരുന്ന ഇവിടെ ആയിരുന്ന കാലത്ത് പറഞ്ഞതെല്ലാം സംഭവിച്ചല്ലോ. നിങ്ങൾ പോവുക, ഒരു കഴുതക്കുട്ടിയെ കെട്ടിരിക്കുന്നത് കാണും. അത് സംഭവിച്ചു. പത്രോസേ, നീ പോയി ചൂണ്ടയിടുക, നിനക്ക് കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചതുദ്രമ പണം ഉണ്ടായിരിക്കും. അത് സംഭവിച്ചു. അതുപോലെ യേശു ഒരു വാക്ക് പറഞ്ഞു, അത്തി അത് ഉണങ്ങിപ്പോകട്ടെ. അത്തി, വഴിയേറ്റിലെ അത്തി, അത് ഫലമില്ലാത്ത അത്തി ഉണങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. അതുപോലെ യേശു പറഞ്ഞു, ലാസർ എന്ന മനുഷ്യൻ മരിച്ചിരിക്കുന്നു, 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർപ്പിക്കും. യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. യേശു ഉയർപ്പിച്ചു. യേശു വെള്ളത്തെ വീഞ്ഞാക്കി വെള്ളത്തിന്റെ മീതെ നടന്നു. കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും നിയന്ത്രിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നു. തന്റെ സുവിശേഷം 2000 കൊല്ലമായി ലോകം മുഴുവൻ പ്രചരിക്കപ്പെടുന്നു. സകല വാർത്താ മാധ്യമങ്ങളും യേശുവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മതം മാറണം, പേര് മാറണം, പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെടണ്ട. യേശുവാണ് സത്യദൈവം എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ അനുസരിച്ച് ആരാധിക്കാൻ തയ്യാറാകുക മാത്രം ചെയ്താൽ കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ സൂക്ഷിക്കും, തന്റെ മക്കളായി കരുതി സഹായിക്കും. നിത്യത തന്റെ വരവെങ്കിൽ ദൈവരാജ്യം നമുക്ക് നൽകും. ഇതാണ് ഇന്ന് യേശു ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവദാസന്മാർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പുച്ഛിച്ച് യേശു വെറും മനുഷ്യനാണ്, യേശു ഒരു ജാരസന്തതിയാണ് എന്ന് പറഞ്ഞ്, ഇതൊക്കെ വെറും കള്ളമാണ് എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങളുടെ പിന്നാലെ, അബദ്ധത്തിന്റെ പിന്നാലെ, രാഷ്ട്രീയത്തിന്റെ പിന്നാലെ, മദ്യത്തിന്റെ പിന്നാലെ, പാപത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് ന്യായവിധി അല്ലാതെ ഉണ്ടാവുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് മനസാന്തരപ്പെടുക, യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ സ്നേഹിക്കുക, ബൈബിളിനെ സ്നേഹിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.